ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോട്ടയം മുണ്ടക്കയം കോസ്വേയിലാണ്. ഇത് ആ ദൃശ്യങ്ങളിൽ കാണാം. കോസ്വേ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകയാണ്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി ഈ പ്രദേശത്ത് ഈ കോസ്വേയിൽ നിറയെ വെള്ളം കയറിയെന്നാണ് പറയുന്നത്. ഈ സമീപത്തുള്ള ആ കടകളിലെല്ലാം തന്നെ വെള്ളം ഇരച്ചു കയറി. ഈ റോഡിലാകെ തന്നെ ചെളിയാണ്. റോഡിൽ കൂടെ നടക്കാൻ സാധിക്കില്ല. വാഹനം ഓടിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത്. ഈ പ്രദേശത്തുള്ള കടകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ ചെളിയും വെള്ളവും ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ആ റോഡിലെല്ലാം കാണാം. നമുക്ക് അവിടെ എല്ലാം തട്ടി നിൽക്കുന്ന മാലിന്യങ്ങളും അതുമെല്ലാം തന്നെ കുത്തി ഒലിച്ചു വന്ന അതിലൂടെ ഒഴുകി എത്തിയതാണ്. ഏതായാലും ഈ ഇപ്പുറത്തെ ഒരു ദൃശ്യങ്ങളിലേക്ക്, ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ റോഡിൽ ആ കുത്തി ഒലിച്ച് നിൽക്കുന്ന ആ ചെളി കാണാം. ആ ചെളി അങ്ങനെ നിൽക്കുകയാണ്. ആ അറ്റം വരെ അങ്ങനെ ഉള്ള ആ കടകളിലേക്കുള്ള ആ വ്യാപാര സ്ഥാപനങ്ങളിലേക്കെല്ലാം തന്നെ ഇത്തരത്തിൽ ചെളി ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ മുണ്ടക്കയം ടൗണിലോട് ചേർന്നുള്ള ഈ മുണ്ടക്കയം കോസ്വേയുടെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രദേശത്താകെ തന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം തന്നെ വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു. അത് വലിയൊരു ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഇതെല്ലാം മാറ്റി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. JCB കൊണ്ടുവന്നിട്ട് ആ ദൃശ്യങ്ങളിൽ നിന്ന് ശ്രമിച്ചാൽ മനസ്സിലാക്കാം. JCB കൊണ്ടുവന്ന ആ ചെളി അത്തരത്തിൽ ആ റോഡിൽ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അത് അത്തരത്തിൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അത് ആ റോഡിലെല്ലാം തന്നെ അത്തരത്തിൽ ചെളിയാണ്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ വെള്ളമെല്ലാം തന്നെ ഈ കോസ്വേ നിറഞ്ഞു കവിഞ്ഞ് ഈ പ്രദേശത്തെ ആ റോഡിലേക്കും ആ സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്കെല്ലാം തന്നെ ഇത്തരത്തിൽ ഇത് ചെളിയോടുകൂടിയിട്ടുള്ള ചെളിവെള്ളം ഇരച്ചു കയറിയത്. അതെല്ലാം ഇപ്പം നീക്കം ചെയ്യാണ്. അതായത് ഈ റോഡിൽ കൂടെ നടക്കാനോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്ക് പോകാനോ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ JCB വന്ന് അതെല്ലാം ചെളിയെല്ലാം ഇങ്ങനെ സൈഡിലേക്ക് ഒതുക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുണ്ടക്കയം കോസ്വേയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഉരുൾപൊട്ടലുണ്ടായ കാര്യമാണ്. 4 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ കോട്ടയം ജില്ലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പൂഞ്ഞാറുണ്ടായ ഉരുൾപൊട്ടലാണ്. ആ പൂഞ്ഞാർ ഉരുൾപൊട്ടലിലാണ് ഇപ്പോൾ ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജോണി എന്ന ആളുടെ വീടിന്റെ മുകളിലേക്കാണ് ഉരുൾ പൊട്ടി ഒലിച്ചു വന്നത്. അതിൽ ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജോണിയുടെ മകനായ ജോസഫൈൻ ജോണിയുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജോസഫൈൻ്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ജോണിയുടെ ഭാര്യയെയും ഇനി കണ്ടെത്താനുണ്ട്. അതിനായിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം ഈ പ്രദേശത്ത് മഴ കുറച്ചു നേരത്തെ ഒന്ന് ശമിച്ചു നിന്നെങ്കിൽ പോലും വീണ്ടും മഴ ഉറച്ചു പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്.